ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സൗദിയിൽ നിന്നും വിലപ്പെട്ട ദാസി ഈ ദിവസപ്പോൾ ആരവായിരിക്കും പാട്ടിനായിട്ട് വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. പാട്ടോട് ദൈവത്തെ സ്തുതിപ്പാൻ ഹല്ലേലൂയ. സ്തോത്രം. പാട്ട് പാടുമ്പോൾ പാട്ടിന്റെ സ്വരം കേൾക്കുന്ന ദൈവം ഹല്ലേലൂയ. പാട്ടിനകത്താൻ വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്ന നമുക്ക് പ്രാർത്ഥനയായിരുന്ന പാട്ട് ശ്രമിക്കാം. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവിനെ വാഴ്ത്തി പാടുന്നു, ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. സ്തുതികൾ പ്രിയൻ ചെയ്ത നന്മകൾ തൻ ഓർമ്മയിലുണരും ഗീതങ്ങൾ, നന്ദിയാൽ നിറയും ഹൃദയവുമോ. സ്തുതികൾ പ്രിയൻ ചെയ്ത നന്മകൾ തൻ ഓർമ്മയിലുണരും ഗീതങ്ങൾ, നന്ദിയാൽ നിറയും ഹൃദയവുമോ. കർത്താവിനെ സ്തുതി പാടുക നാം, ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവിനെ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു, ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. ആഴിയിൽ അത്ഭുതം ചെയ്തവൻ, ആഴങ്ങളിൽ വഴിയൊരുക്കിയവൻ, ഇമ്മാനുവേലാം യേശുപാലൻ. ആഴിയിൽ അത്ഭുതം ചെയ്തവൻ, ആഴങ്ങളിൽ വഴിയൊരുക്കിയവൻ, ഇമ്മാനുവേലാം യേശുപാലൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യനവൻ, ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവിനെ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു, ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. മാറായെ മാധുര്യമാക്കിയവൻ, മരുഭൂവിൽ ജലമൊഴുക്കിയവൻ, സൗഖ്യം നൽകും യഹോവയവൻ. മാറായെ മാധുര്യമാക്കിയവൻ, മരുഭൂവിൽ ജലമൊഴുക്കിയവൻ, സൗഖ്യം നൽകും യഹോവയവൻ. സ്തുതിയും സ്തോത്രവും അവനുള്ളത്, ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവിനെ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു, ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. സ്തുതികളിലെരിഹോ മതിലുകളാം പ്രതിബന്ധങ്ങൾ തകരുന്നു, സ്തുതികളിലാ കൃപ പെരുകുന്നു. സ്തുതികളിലെരിഹോ മതിലുകൾ പ്രതിബന്ധങ്ങൾ തകരുന്നു, സ്തുതികളിനാൽ കൃപ പെരുകുന്നു. സ്തുതിക്കാം സ്തുതിക്കാം സ്തുതി പാടാം, ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമൻ ദൈവമേ, കർത്താവിനെ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു,
ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. അതിശയ സ്നേഹത്താൽ അനുദിനവും അനുഭവിച്ചറിയും തൻ ഗുണഗണങ്ങൾ. മഹത്വത്തിനും തന്റെ പുകഴ്ചയ്ക്കുമോ അതിശയ സ്നേഹത്താൽ അനുദിനവും അനുഭവിച്ചറിയും തൻ ഗുണഗണങ്ങൾ. മഹത്വത്തിനും തന്റെ പുകഴ്ചയ്ക്കുമോ പരിമളധൂപം പോലുയർത്തുക നാം. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴും യഹോവയാമെൻ ദൈവമേ. കർത്താവിനെ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു. ഞങ്ങൾ വാഴ്ത്തി പാടുന്നു. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായി ലഭിക്കുവാൻ വിലപ്പെട്ട ദാസിയെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചുവല്ലോ. സ്വരവുമില്ല ശബ്ദവും കൊടുത്തിരിക്കുന്നു. കർത്താവിനെ പാടുവാനും പ്രവർത്തിപ്പാനും ശുശ്രൂഷിക്കാനും ഒക്കെ കർത്താവിനൊക്കെ വിശ്വസ്തയുടെ ആവാരം ചെയ്യുവാൻ സംഘടനയെ സഹായിക്കുന്നുവെന്ന് ദൈവം ദൈവം മക്കളെ പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോൾ മക്കളെ ജനങ്ങളെ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ അനുഗ്രഹിക്കുന്ന ഗാനമായിരുന്നല്ലോ ഈ രാത്രി ഗാനം. വളരെ അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. ഹാലിയ സ്തോത്രം. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം. ഹാലിയ സ്തോത്രം. പാട്ട് കേട്ട് ഹാലിയ പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാനിടയായി തീർന്നല്ലോ. ഹാലിയ പാട്ടിന്റെ സ്ഥലം കേൾക്കുന്ന ദൈവം ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലെ ദൈവം പകർന്ന് മഹത്വം എടുത്തല്ലോ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുവാൻ ദാസിയെ ദൈവം സഹായിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാ മക്കളെയും അല്ലെങ്കിൽ അസ്തോത്രങ്ങൾക്ക് രാജ്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് കളത്തിൽ ബഹുമാനം ദൈവത്തിന് നമുക്ക് ദൈവങ്ങളെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അഭിഷേകമുള്ള ദൈവമോട് ദൈവശക്തിയുണ്ട്. ഞാനും ജ്ഞാനാത്മാവും ദൈവാത്മാവും ഓർമ്മ ശക്തി അല്ലെങ്കിൽ സമൂഹയാണ് പുതിയ ശുശ്രൂഷ. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ നടക്കുന്ന രോഗസൗഖ്യം അനുഗ്രഹ സമൃദ്ധി. സ്തോത്രം. രാത്രികാല സ്ഥിരമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മകൾ പകുതിയാണ്. കർത്താവിന്റെ ഭാവി തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രോത്സാഹിപ്പിക്കുന്നവരാകെ ശത്രുവിന്റെ ആത്മാവിൽ ചുരുക്കമായി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കർത്താവെ ഒക്കലോഹമ പ്രളയം കടന്നു വരുവാനും ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ കൃപയ്ക്കായോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സംഭവങ്ങളെയും ഓരോ നിമിഷം ഞങ്ങളെ സൂക്ഷിക്കുകയും പാലിക്കേണ്ടി ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ നീക്കുമുള്ളത് എന്ന ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ദൈവത്തെ സ്തുതിപ്പാനും വാഴ്ത്തുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്കെല്ലാം അവിടുത്തെ നാമോത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ജീവനും പത്തിക്കും വേണ്ടുന്നൊക്കെ നൽകി തന്നെ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, പ്രേയറിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഓരോരുത്തരുടെയും പ്രേയർ റിക്വസ്റ്റിന് മേലെ കർത്താവ് ഉത്തരവിട്ട് പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് സന്ധ്യാകാലം ദൈവമേ പ്രേയർ ലൈനിലല്ലേ കർത്താവെ പാട്ടുപാടുവാൻ സൗദിയുടെ പ്രദേശത്ത് നിന്ന് കർത്താവെ വിനുവിനോ കടന്നു വന്ന് പാട്ടുപാടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ കുടുംബമായി അവിടെ ആ പ്രദേശത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേടിയങ്ങൾ അല്പസമയം കർത്താവിന്റെ വചനത്തിലാകുവാണല്ലോ കർത്താവെ. കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശരീരത്തിലും ആത്മാവിലും ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ആരോഗ്യം ബലമെല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, അഭിഷേകത്തോടെ വചനം ശുശ്രൂഷിപ്പാനൊക്കെയും ദൈവം കൃപ കൊടുത്താട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ താലന്തുകൾ വിശ്വസ്തയോടെ
ശക്തിയോട് അപാരം ചെയ്യുക. എത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പഠിപ്പിക്കുന്ന വചനങ്ങളൊക്കെ അടിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ എല്ലാം ദൈവം കൃപ തരണമേ. ഏകാഗ്ര ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സഹായിക്കണമേ. വചനത്തിന്റെ വാതിലോടും തുറന്നു കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് അടികളെ സമർപ്പിക്കുന്ന കർത്താവേ, ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാതെ നന്ദിയോടെ സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. നമ്മളെ ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ഈ രാത്രി ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കാവുന്ന ഹാലേലൂയ. നമുക്ക് കേൾക്കുവാൻ ദൈവത്തിന്റെ ശബ്ദം, യഹോവയുടെ വചനം. ഹാലേലൂയ. സ്തോത്രം സ്തോത്രം. യഹോവേ അരുളിച്ചെയ്യണമേ. അധികം കേൾക്കുന്ന പ്രാർത്ഥനയോടും ഭയഭക്തിയോടും പ്രവൃത്തിയോടും കൂടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. വചന സൂക്ഷിച്ചായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ഒക്കലോമ സീറ്റിൽ നിന്ന് ആദരവോട് സ്നേഹത്തോടെ ഒക്കലോമ പ്രവൃത്തിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. എന്നെ സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. യുഗാന്ത്യ ശാസ്ത്രം, എസ്കറ്റോളജി എന്ന വിഷയത്തെ പറ്റിയാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ഇസ്രയേൽ എന്ന വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രയേൽ മക്കൾ വാഗ്ദത്ത കനാൻ നാട്ടിൽ വന്നതിന് ശേഷം മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെയും ഈവൻ ആക്ച്വലി നാം പഠിക്കുന്നതായ വേദഭാഗത്തിൽ സഹസ്രാബ്ദ വാഴ്ചകളും എഴുതിയിട്ടുണ്ട്. അത് നാം വാസ്തവത്തിൽ നാളത്തെ ഇസ്രയേൽ എന്ന ബന്ധത്തിലായിരിക്കും ചിന്തിക്കുന്നത്. നാം പല വേദഭാഗങ്ങൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചത് യെഹെസ്കേൽ പ്രവചനം 35-ാം അധ്യായമായിരുന്നു. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 36. സമയമുണ്ട് എങ്കിൽ 37-ാം അധ്യായവും വായിക്കണം. എന്നെ ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കണം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയും അതിനോട് ചേർന്ന് കിടക്കുന്നതായ വേദഭാഗങ്ങളാണ് ഇശയ്യാ പ്രവചനം 49-ാം അധ്യായം മുഴുവനും. എന്നാൽ അതിന്റെ 19-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയും വായിച്ച് സഹായിക്കണം. താങ്ക് യു. എസെക്കിയേൽ 36-1 മുതൽ 12 വരെ. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത്, ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി പുരാതന ഗിരികൾ ഞങ്ങൾക്ക് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കൊണ്ടും ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യ പ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചു ഇരിക്കുന്നവർക്ക് കവർച്ചയും പരിഹാസവും ആയി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാം ഏദോമിനോടും ഞാൻ നിശ്ചയമായി എന്റെ തീഷ്ണാഗ്നിയോടെ സംസാരിക്കും. അവർ എന്റെ ദേശത്തെ കവർച്ചയായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ
തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. അതുകൊണ്ട് നീ ഇസ്രയേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും താഴ്വരകളോടും തോടുകളോടും പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ ഇസ്രയേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രയേൽ വരുവാൻ അടുത്തിരിക്കൊണ്ടും കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, ഇസ്രയേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും. ശൂന്യ പ്രദേശങ്ങളെ പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ, എൻ്റെ ജനമായ ഇസ്രയേലിനെ തന്നെ സഞ്ചരിക്കുമാറാകും. ഞാൻ നിന്നെ കൈവശമാക്കും, അവർ നിന്നെ കൈവശമാക്കും. നീ അവർക്ക് അവകാശമായിരിക്കും. നീ അവരെ ഇനിയും മക്കളില്ലാത്തവരാക്കുകയുമില്ല. യെശയ്യാവ് 49:19 മുതൽ 26. നിന്റെ ശൂന്യസ്ഥലങ്ങളും പായിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും. നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും. നിന്റെ പുത്രീഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു, പാർപ്പാൻ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ എന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രീഹീനയും വന്ധ്യയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളും ആയിരിക്കെ 6 ഇവരെ പ്രസവിച്ച് വളർത്തി തന്നിരിക്കുന്നു. ഞാൻ ഏകാഗി ആയിരുന്നുവല്ലോ, ഇവർ എവിടെയായിരുന്നു എന്ന് പറയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടും വരും. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും. വീഞ്ഞു പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന സകല ജഡവും അറിയും. നമുക്ക് പ്രാർത്ഥിക്കാൻ. കരുണയുള്ള കർത്താവേ, ജീവന്റെ വചനം ഞങ്ങൾ വായിച്ചു. അവിടുത്തെ ജനത്തിന് ഐശ്വര്യമായി വിളമ്പിക്കൊടുക്കുവാൻ അവിടുത്തെ ആലോചന കൊണ്ട് അധരം നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചന ഘോഷണത്തിലുള്ള വിടുതല്, ആത്മസൗഖ്യം, കർത്താവെ സകല നന്മകളും സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എതിരായുള്ള ദുഷ്ടശക്തികളെയും പോരിന്റെ ആയുധങ്ങളെയും ഫലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ വാക്കുകളിലും പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയുടെ ബുദ്ധിയെയും അധരത്തെയും ഓർമ്മയെയും അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം പഠിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന അവിടുത്തെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ നാമം തന്നെ മഹിമപ്പെടുവാൻ ഇന്ന് രാത്രി കാരണമാക്കണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.
2 വേദഭാഗങ്ങൾ മാത്രമേ നാം വായിച്ചുള്ളൂ എങ്കിൽ തന്നെയും ഇസ്രയേലിന്റെ ഉദ്ധാരണത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ഉടനീളം ഈവൻ മോശയുടെ പഞ്ചകങ്ങളിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോശയുടെ പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ ഇസ്രയേൽ മക്കൾ പിന്മാറി പോകുമെന്നും അവർ മടങ്ങി വരുമെന്നും ഒക്കെയുമുള്ള ദൂതുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതൽ വീണാലും നിലംപാരി ജാകയില്ല എന്നുള്ളതായ വാഗ്ദത്വം ഈ വേദവാക്യങ്ങളിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ ആശ്വാസവും സന്തോഷവും പകരുന്ന വേദവാക്യങ്ങളാണ് നാം വായിച്ച വേദഭാഗങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതും ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുവാൻ പോകുന്ന യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായവും ഒരു ഓറക്കിളാണ്, ഒരു ദൈവദൂതാണ്, ഒരു അരുളപ്പാടാണ്. ഒരു അരുളപ്പാടിന്റെ 2 ഭാഗങ്ങളാണ് 35, 36 അധ്യായങ്ങൾ. 35-ാം അധ്യായത്തിൽ ഏദോം പർവ്വത നിരകളോട് അവർക്ക് വരുവാൻ പോകുന്ന നാശത്തെ പറ്റി ഇസ്രയേൽ മക്കളുടെ ശത്രുവായിരിക്കുന്ന അവർ ചെയ്യുന്നതായ കഠിന പാപങ്ങൾ നിമിത്തവും അന്ത്യാകൃത്യ കാലത്തെ ആപത്തുകാലത്ത് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ മുഖാന്തരം അവർക്ക് വന്നതും വരുവാനിരിക്കുന്നതുമായ നിത്യ നാശത്തെ പറ്റിയാണ് പറയുന്നുവെങ്കിൽ 36-ാം അധ്യായത്തിൽ വേറൊരു പർവ്വതനിരയോടാണ്, ഇസ്രയേൽ പർവ്വതനിരകളോടാണ് പറയുന്നത്. സെയീർ പർവ്വതനിരകളോട് 35-ന്റെ 1 പറയുമ്പോൾ 36-ന്റെ 1 ഇസ്രയേൽ പർവ്വതനിരകളോടാണ്, പുരാതന പർവ്വത നിരകളോടാണ് പറയുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ടെർമിനോളജിയാണ് വേദവിദ്യാർത്ഥികൾ 35, 36 അധ്യായം ഒരു ഓറക്കിൾ അഥവാ ഒരു ദൂതിന്റെ 2 ഭാഗമാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അത് യഥാർത്ഥമായി ആഴത്തിൽ പഠിക്കുമ്പോൾ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 36-ാം അധ്യായത്തിൽ പല കാര്യങ്ങളാണ് നമുക്ക് ജനറലായിട്ട് കാണുവാനായിട്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ യഥാസ്ഥാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇൻഫാക്ട് 1948 മെയ് മാസം 14-ാം തീയതിയാണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, അവരുടെ ജൂയിഷ് സ്റ്റേറ്റ് ബോൺ ചെയ്തത്. എങ്കിൽ തന്നെയും 1917 മുതൽ അവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളത് കാണാൻ സാധിക്കും. നാം ഈ 36-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭത്തിൽ കൂലങ്കഷമായി ഇതിലെ പ്രവചന സൂക്തങ്ങൾ പഠിക്കുമ്പോൾ 1917 മുതൽ എങ്കിലും നമുക്കിത് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ലിറ്ററലി അവർക്ക് ആ ദേശം കിട്ടിയില്ലെങ്കിലും അവിടെ ചെന്ന് അവർക്ക് പാർക്കുവാൻ ഇഷ്ടമുള്ളവർക്ക് പോയി പാർക്കുവാനുള്ള സാവകാശം ലഭിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഒക്കെയും ജീവിക്കുന്ന ഈ കാലത്ത് നടന്നതായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു വേദഭാഗം വായിച്ചിട്ട് ആ വേദഭാഗത്തെ പുരാതന ഗിരികൾ ഞങ്ങൾക്ക് അവകാശമായിരിക്കുന്നു. അതായത് ഇസ്രയേൽ പർവ്വതങ്ങൾ പുരാതന ഗിരികളാണ്, അത് ഞങ്ങൾക്ക് അവകാശമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ അടക്കി വാണ ഒരു രാജ്യം നമുക്കറിയാം. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മിഡിൽ ഈസ്റ്റ് ഹിസ്റ്ററി അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് 400 വർഷത്തോളം ഇസ്രയേൽ മക്കളെ അവസാനമായി 1917 സുൽത്താൻമാരിൽ നിന്നും ബ്രിട്ടീഷുകാർ, ഞാൻ അതിവിടെ ഓർപ്പിച്ചതാണ് ചില ക്ലാസ്സുകൾക്ക് മുമ്പ്, ഇനിയും അത് ഓർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്രിട്ടീഷ് അന്നത്തെ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നതായ ജനറൽ അല്ലബി
പറന്ന് ആകാശമണ്ഡലങ്ങളിൽ കൂടെ പറന്ന് സമാധാനമായി കീഴടങ്ങൂ എന്ന് പറഞ്ഞ് പേപ്പറുകൾ ഭൂമിയിലേക്ക് ഇടുകയും അത് വായിച്ചിട്ട് സുൽത്താൻമാർ കീഴടങ്ങുകയുമാണ് ചെയ്തത്. അങ്ങനെ ടർക്കിയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഇസ്രയേൽ സമാധാനപരമായി രക്തച്ചൊരിച്ചിൽ കൂടാതെ അത് പിടിച്ചടക്കുകയും അതിനുശേഷമാണ് ഇസ്രയേൽ മക്കൾക്ക് വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് പോകുവാനുള്ളതായ സാവകാശം ലഭിക്കുകയും ചെയ്തത് എന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ചതാണ്. അതിന്റെ കാരണമൊക്കെ നാം എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുമ്പേ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് ഞാൻ പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതും ഈ അധ്യായത്തിലെ വേദഭാഗങ്ങളും കൂടെ ചിന്തിക്കുമ്പോൾ വായിക്കാം. നമുക്ക് വായിക്കണ്ട, നിങ്ങളുടെ ദൃഷ്ടി അങ്ങോട്ട് വെച്ചാൽ മതി. 36 വേദപുസ്തകം തുറക്കണം. 36 2 വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി, പുരാതന ഗിരികൾ ഞങ്ങൾക്ക് അവകാശമാണ്. ശത്രു പറയുന്നതാണ്. അത് യഹോവ യെഹെസ്കേൽ പ്രവാചകന് ഇത് സംഭവിക്കുന്നതിന് ഏതാണ്ട് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് 2500 വർഷങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അപ്പൊ പ്രവചനങ്ങൾ, ദൂതുകൾ അത് ദൈവത്തിൽ നിന്ന് വന്നതാണ് എങ്കിൽ അതിന്റെ കാലപ്പഴക്കം കൊണ്ട് വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാതിരിക്കുകയില്ല. അതിന്റെ സമയമാകുമ്പോൾ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് പോലെ പുരാതന ഗിരികൾ കൈവശമാക്കി അവസാനമായി ബ്രിട്ടീഷുകാർ അടക്കിയതായ സന്ദർഭത്തിൽ പലരെ വാണിട്ടുണ്ട്. ഈ സുൽത്താൻമാർ ടർക്കി ഭരിക്കുന്നതിന് മുമ്പേ പേർഷ്യക്കാർ ഭരിച്ചു. അതുപോലെ തന്നെ മറ്റ് പലരും ഭരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ 400 വർഷത്തോളം ഇസ്രയേൽ വാഗ്ദത്ത ദേശത്തെ അടക്കി വാണത് സുൽത്താൻമാരാണ്. ടർക്കി അഥവാ അവരാണ് ഈ പറയുന്നത്, പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു, 400 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് അടക്കി വാഴുകയാണ്. അവരാണ് ഈസ്റ്റേൺ ഗേറ്റ്. മശിക അതുവഴിയാണ് വരുമെന്ന് പറഞ്ഞ് മശിക വരാതിരിക്കാൻ വേണ്ടി ഗേറ്റ് അടച്ചത് അവരാണ്. അതുപോലെ തന്നെ സുൽത്താൻ സുലൈമാനാണ് അത് ചെയ്തത്. അദ്ദേഹം തന്നെ ചെയ്ത വേറൊരു കാര്യം, ഒലിവ് മലയ്ക്കും യെരുശലേമിനും ഇടയിലുള്ളതായ ആ താഴ്വരയിൽ, കിദ്രോൻ ആ താഴ്വര, ആ ഭാഗത്തേക്ക് അതങ്ങ് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് നാം ചെല്ലുന്നതായ സന്ദർഭത്തിൽ ഒലിവ് മല മുഴുവൻ താഴോട്ട് സെമിത്തേരികളാണ്. ഈ സെമിത്തേരികൾ വെക്കുവാനുള്ള കാരണം അവരുടെ പോഷത്വത്താൽ മശിഹാ തമ്പുരാൻ വരല്ലേ, അവരിത് അടക്കി വാഴണം. അവരിങ്ങനെ പ്രവചനത്തിൽ കേട്ടു, മശിഹാ തമ്പുരാൻ വരും, മശിഹാ തമ്പുരാൻ വന്ന് ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തും. എന്നാൽ മശിഹ വിശുദ്ധനാകയാൽ ഈ സെമിത്തേരിയിൽ കൂടെ നടന്നു വരത്തില്ല. അതുപോലെ തന്നെ മശിഹ വേണ്ടതായ കിഴക്കേ കോട്ട, കിഴക്കേ ഗേറ്റ്, ലയൺ ഗേറ്റ് അടച്ച് അതങ്ങ് സീൽ ചെയ്തു. നോക്കുക, ഹല്ലേലൂയ, എന്തു ഭോഷത്വമാണ് ഇന്നത്തെ മനുഷ്യർ ചെയ്യുന്നത് എന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വരുമ്പോൾ എത്ര ഭൂകമ്പങ്ങളാണ് നടക്കുന്നത്. മിഡിൽ ഈസ്റ്റ് മുഴുവനും ഒലിവുമല 2 വിഭജിക്കുവാൻ പോകുകയാണ്. കർത്താവിന് ശവത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അവിടെ കുഴിച്ചിട്ടിരിക്കുന്നതായ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അത് മാത്രമല്ല, യഥാർത്ഥമായി ആർക്കിയോളജിക്കലായിട്ട് ഈസ്റ്റേൺ ഗേറ്റ്, പഴയ ഗേറ്റ് എന്ന് പറയുന്നത് ഈ സുൽത്താൻ സുലൈമാൻ അടച്ചതല്ല. അതിന്റെ താഴെ യഹൂദന്മാർ ഇപ്പോൾ ആർക്കിയോളജിക്കലായിട്ട് പുരാതനമായിട്ടുള്ളതായ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിന്റെ താഴെ ആർക്കിയോളജിക്കലായിട്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത്
അത് തന്നെയാണ് ഇന്നും ലോകത്തിൽ ചെയ്യുന്നത്. ദൈവസഭയെ ഉപദ്രവിക്കുകയും തിരുനാമത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം സാത്താൻ തന്റെ സകല തന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ, നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയവൻ, നമ്മെ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചവൻ, നാം അവിടുത്തെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. നമ്മെ തൊടുന്നവർ കർത്താവിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ഹല്ലേലൂയ, ആ ഭാഗമാണ് ഇപ്പൊ ഞാൻ ഇനി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആകയാൽ ദൈവ പൈതലേ, നിനക്കെതിരായി വരുന്ന ഒരു അനർത്ഥത്തെ കുറിച്ചും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഇത് ടർക്കി പറയുന്നതായിരിക്കണം. അതിന്റെ 5-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമ്യരോടും ഞാൻ നിശ്ചയമായി എന്റെ തീക്ഷ്ണതാഗ്നിയോട് സംസാരിക്കും. അതിന്റെ ഒരു ഭാഗം യെഹെസ്കേൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ബാബേല്യരാൽ ഏദോമ്യർക്കുണ്ടായ നാശത്തെ വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, ഈ 36-ാം അധ്യായം അതിനെ മാത്രമല്ല പറയുന്നത്. ഭാവികാലം, ഇപ്പോഴുള്ള കാലം മുതൽ, അഥവാ 1917 മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഹസ്രാബ്ദത്തിൽ വാഴുന്ന കാലം വരെയുള്ള കാര്യങ്ങളാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ 36-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ജാതികളും ഏദോമ്യരും എന്ന് പറയുന്നത് ടർക്കി ആയിരിക്കാനാണ് സാധ്യത. നമ്മൾ പ്രാവചനികമായി പഠിക്കുന്നതായ സന്ദർഭത്തിൽ അവർ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ ഇതിനെ കൈവശമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇരുന്നത്. എന്നാൽ 1917 അവർക്കത് നഷ്ടമായി. ഇസ്രയേൽ മക്കൾക്ക് അവിടെ പാർക്കുവാൻ അവകാശം ലഭിച്ചു. 1948 മെയ് മാസം അവർക്കതൊരു രാജ്യമായി ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. നിങ്ങൾക്കറിയാമോ, ഈ വർഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിലെ ബ്രദർ ക്രിസ്റ്റോയാണ് എനിക്ക് ഒരു വാട്സാപ്പ് ചില മണിക്കൂറുകൾക്ക് മുമ്പ് അയച്ചു തന്നു. ദ 75th ആനിവേഴ്സറി ഓഫ് ജൂയിഷ് പീപ്പിൾ. അന്നേരമാണ് ഞാൻ ഓർത്തത്, അവരുടെ രാജ്യം അവർക്ക് ലഭിച്ചിട്ട് 75 വർഷമാകുകയാണ് ഈ വർഷം. മെയ് മാസം ആകുമ്പോഴത്തേക്കും അവരുടെ സെലിബ്രേഷൻ ഇപ്പോഴേ തുടങ്ങിയതായ ചില വീഡിയോ ക്ലിപ്പുകളാണ് എനിക്ക് അയച്ചത്. ഐ വാസ് സോ ത്രിൽഡ്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ നാം ആയിരിക്കുന്ന ഈ കാലം എന്നൊക്കെ പറയുന്നത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ളതായ ഹൃദയസ്പർശമായിട്ടുള്ള കാലങ്ങളാണ്. വ്യക്തമായി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിറവേറിക്കൊണ്ട്, വാസ്തവത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പോലെ പ്രവാചകന്മാരുടെ മക്കൾ നമ്മളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവചന ദൂതുകൾ അറിയിച്ചിട്ടുള്ളതായ പ്രവചനങ്ങൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് നാം വളരെ ഒരുക്കമുള്ളവരായി മുമ്പോട്ട് പോകണം. ഇനിയും 3-ാം വാക്യം, അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ ഇവിടെ ഈ 36-ാം അധ്യായത്തിലെ ഞാൻ ആ 3-ാം വാക്യത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒത്തിരി കാര്യങ്ങൾ 36-ാം അധ്യായത്തിലുണ്ട്. ഈ 36-ാം അധ്യായത്തിലെ ഇസ്രയേൽ പർവ്വതങ്ങളോട് ഒരു കമാൻഡാണ്, എന്റെ ജനം വരുവാൻ അടുത്തിരിക്കുക കൊണ്ട് ഇസ്രയേൽ പർവ്വതങ്ങളെ, അതിന്റെ 8-ാം വാക്യം, നിങ്ങളോ ഇസ്രയേൽ പർവ്വതങ്ങളെ എന്റെ ജനമായ ഇസ്രയേൽ വരുവാൻ അടുത്തിരിക്കുക കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി സ്ഥലം കൊടുക്കുവീൻ. എക്സാക്ട്ലി ദിസ് വാസ് ഹാപ്പൻഡ്. ഇസ്രയേൽ മക്കൾ വരുന്നത് വരെ വെറും പാഴ് മരുഭൂമിയായിട്ട് ഇസ്രയേൽ വാഗ്ദത്ത ദേശം മാറിയിരുന്നു.
എന്നാൽ ഇസ്രയേൽ മക്കൾ വരുവാൻ കാലമായ സന്ദർഭം മുതൽ അവിടെ മഴയുടെ അളവ് കൂടുവാൻ തക്കവണ്ണം തുടങ്ങി. ഇസ്രയേൽ മക്കൾ 1948 അവിടെ രാജ്യം സ്ഥാപിച്ചപ്പോൾ പലസ്തീൻ നാട്ടിൽ 20% സ്ഥലം ലാൻഡ് മാത്രമേ അവർക്ക് കൃഷി ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവർക്ക് 60% അവരുടെ ലാൻഡും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫലം കായ്ക്കുകയായി ആണ്. അവർ 1948 വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന അനുഗ്രഹത്തിന്റെ 16 ഇരട്ടിയാണ് ഇപ്പോൾ അവർക്ക് അനുഗ്രഹമായി അവരുടെ ലാൻഡിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത്. വെതർ ക്ലൈമറ്റിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇസ്രയേൽ മക്കൾ അവിടോട്ട് വരുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവം അവിടുത്തെ ക്ലൈമറ്റിന് ഒരു വ്യത്യാസം വരുത്തി. ഒരു കാര്യം ഞാൻ ഇവിടെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം പാർക്കുന്ന ചുറ്റുപാടിന്റെ ക്ലൈമറ്റിനെ നിയന്ത്രിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കണം. ടൊർണേഡോയുടെ കാലത്തെ മറ്റേ വിന്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും അതിന്റെ സ്പ്രിംഗ് ആണെങ്കിലും ഓട്ടം ആണെങ്കിലും ആ പ്രകൃതി നമുക്ക് എതിരായി വരാതിരിക്കത്തക്കവണ്ണം അതിന്മേൽ കർത്തൃത്വം നടത്തുവാൻ സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം പാർക്കുന്ന സ്ഥലത്തിന് ചുറ്റും, നാം പാർക്കുന്ന പട്ടണത്തിന് ചുറ്റും, നാം പാർക്കുന്ന സ്റ്റേറ്റിന് ചുറ്റും അനുകൂലമായ കാലാവസ്ഥ തരുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരായി, ഈ സ്റ്റേറ്റിനെതിരായി, ഈ രാജ്യത്തിനെതിരായി, നാം പാർക്കുന്ന പട്ടണങ്ങൾക്കെതിരായുള്ള ദുഷ്ടന്റെ പോരുകൾ കർത്താവെ ഫൽസിക്കും. 3-ാം വാക്യത്തിലേക്ക് കടന്നു വന്ന് 1-2 മർമ്മങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി. അവരെ ആരെല്ലാം പലസ്തീൻ നാട് ഭരിച്ചുവോ, ഇസ്രയേൽ ഭരിച്ചുവോ, അവർ മുഖാന്തരം വാഗ്ദത്ത ദേശം ശൂന്യമായി പോയി. നിന്റെ അവകാശത്തെ ശൂന്യമാക്കുവാനാണ് ശത്രു ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് ദുഷ്ടനോട് പൊരുതി സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകൂ എന്നുള്ള വചനം നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും നിവർത്തിക്കുമാറാകട്ടെ. കർത്താവിന്റെ ആത്മാവിനാൽ ധൈര്യമായി നമ്മുടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കൈവശമായി നിങ്ങളെ ചുറ്റും ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങൾ നിന്ദിക്കുന്നവരുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകക്കാരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുന്നത് കൊണ്ടും. ഞാൻ ഈ 3-ാം വാക്യം വായിച്ചപ്പോൾ വാസ്തവമായി എൻ്റെ ഹൃദയമങ്ങ് കീറി നുടുങ്ങി. ഹൃദയത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മർമ്മങ്ങളെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. നമുക്കറിയാം, കപ്പിക്കളയുക എന്നുള്ള ആ മലയാളം നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം. അതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സ്വാലോഡപ്പ്, വിഴുങ്ങിക്കളയുക എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് കപ്പിക്കളയുക എന്നുള്ളത്. മറ്റൊരു നല്ല വാക്കാണ്. അതാണ് ഇവിടെ കപ്പിക്കളയുക എന്നുള്ളത് കാണുവാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെ സ്വാലോഡപ്പ്, ശത്രു നമ്മളെ വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ഇന്ന് രാത്രിയിൽ അത് വായിച്ചതായ സന്ദർഭത്തിൽ നേരത്തെ തന്നെ ഞാൻ ഇത് എപ്പോഴൊക്കെ ഒരു കുറെ ആഴ്ചകൾക്ക് മുമ്പേ ഞാനിത് വായിച്ചതായ സന്ദർഭത്തിൽ എൻ്റെ ഹൃദയം കുളിർക്കുകയും അനേക വേദവാക്യങ്ങൾ
ഇതിനോടനുബന്ധിച്ച് വരുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യിശയ്യാ പ്രവചനം 49 അധ്യായത്തിന്റെ 19 വാക്യം മുതൽ 26 വാക്യം വരെ അനേക കാര്യങ്ങൾ നാം കാണുന്നു. എന്നാൽ 19 വാക്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. 19 വാക്യത്തിൽ ഇതേ പദപ്രയോഗം അത് കാണുവാൻ സാധിക്കുന്നു. നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും. നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ, അതേ പദപ്രയോഗം, കപ്പിക്കളഞ്ഞവർ, വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് പറയുവാനായിട്ടുള്ളത്, ഒരു ദൈവ പൈതലിനെ കപ്പിക്കളയുവാൻ, ഒരു ദൈവ പൈതലിനെ വിഴുങ്ങിക്കളയുവാൻ യാതൊരു ലോകശക്തിക്കും യാതൊരു ദുഷ്ടപിശാചിനും സാധിക്കുകയില്ല എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവചനം അതിന്റെ 51 അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. 51 44 വാക്യം ഇത് പദപ്രയോഗം തന്നെ കാണുവാൻ സാധിക്കുന്നു. യെരൂശലേമിൽ നിന്ന് ബാബേല്യർ വിഴുങ്ങിക്കളഞ്ഞതിനെ ബേലെന്ന് അവിടെ 44 വാക്യത്തിൽ, യിരെമ്യാ പ്രവചനം 51 44 വാക്യത്തിൽ ബാബേലിലെ ബേൽ എന്ന് പറയുന്നത് അവരുടെ ദൈവമാണ്. ദ ബെൽ ആൻഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ, അപ്പോക്രിഫൽ ബുക്കുണ്ട്. അപ്പൊ ആ ബേലിനെ പറ്റിയാണ് പറയുന്നത്. ബേൽ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുന്നത് ബാബേലും ബാബേലിലെ കുട്ടി ദൈവങ്ങളും കൂടെ യെരൂശലേമിൽ കടന്നു വന്ന്, യെരൂശലേമിൽ അഥവാ സാത്താൻ കടന്നു വന്ന് ബാബേല്യരിൽ കൂടെ യെരൂശലേമിലെ വാഗ്ദത്ത വിശുദ്ധ പാത്രങ്ങളും സ്വർണവും വെള്ളിയും എല്ലാം കപ്പിക്കളഞ്ഞു, വിഴുങ്ങിക്കളഞ്ഞു. അവരത് ബാബേലിലേക്ക് കൊണ്ടുപോയി സിനാരിലെ അവരുടെ ബെല്ലിന്റെ ദേവന്റെ വിഗ്രഹത്തിൽ കൊണ്ടുവച്ചു. അതവനു നാശമായി ഭവിച്ചു. ദാനിയേൽ പ്രവചനം 5 അധ്യായത്തിൽ നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനാകുന്ന ബെൽശസ്സറിനെ അവന് ഒരു തലക്കോളമുണ്ടായി, അവനൊരു തോന്നലുണ്ടായി. അവനും അവന്റെ വെപ്പാട്ടികളും ദാനിയേൽ പ്രവചനം 5 അധ്യായം വായിക്കുമ്പോൾ 1000 മഹത്തുക്കളെയാണ് വിളിച്ചിരിക്കുന്നത്. 1000 മഹത്തുക്കളും അവരുടെ വെപ്പാട്ടിമാരും അവരുടെ മന്ത്രവാദികളും ഇവരെല്ലാം കൂടെ 1000 പേരാണ് വന്നതായ സന്ദർഭത്തിൽ ഈ വിട്ടിക്ക് ബെൽശസ്സറിന് ഒരു തോന്നലുണ്ടായി. യെരൂശലേം ദേവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങളിൽ അവന് വീഞ്ഞു കുടിക്കണം, വീഞ്ഞു കുടിച്ചിട്ട് അവന്റെ ബെൽ ദേവനെ ആരാധിക്കണം, വിഗ്രഹത്തെ ആരാധിക്കണമെന്നൊരു തോന്നലുണ്ടായി. അവൻ അത് ചെയ്തു. അവൻ ചെയ്തപ്പോഴാണ് മെനെ മെനെ തെക്കേൽ ഉർപ്പസീർ എന്ന ഒരു കൈയെഴുത്ത് ചുവരിന്മേൽ വന്നു. അവന്റെ മുട്ടാടുവാൻ തുടങ്ങി. അവൻ ഭ്രാന്തനായി തീർന്നെന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്ഞി വന്നെന്നാണ് പറയുന്നത്. ഭൂരിപക്ഷ വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം നെബൂഖദ്നേസർ മരിച്ചു പോയെങ്കിലും അവന്റെ ഭാര്യയാകുന്ന രാജ്ഞിയെ ആയിരിക്കണം കൊണ്ടുവന്നിട്ട് അവള് പറയുകയാണ്, രാജാവേ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അവൻ വന്നിത് വായിക്കും. ദാനിയേലിനെ കൊണ്ടുവന്നു, വായിച്ച് അന്ന് രാത്രി തന്നെ മേദ്യ പാർസികളാൽ ബെൽശസ്സർ പട്ടുപോയി, കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 5 അധ്യായം നമ്മെ അവസാനിക്കുന്നത്. നോക്കുക, അവന്റെ അപ്പൻ യെരൂശലേമിലെ വിശുദ്ധ ഉപകരണങ്ങൾ ബാബേലിൽ കൊണ്ടുവന്നു വെച്ചത് ബാബേലിലെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. നിന്നെ ഏതൊരു ശത്രു വിഴുങ്ങിക്കളയുന്നുവോ നീ മുഖാന്തരം അവർക്ക് വലിയ നാശമുണ്ടാകുമെന്നല്ലേ ഇത് അറിയിക്കുന്നത്.
യെരൂശലേമിലെ വിശുദ്ധ ഉപകരണങ്ങൾ ബാബേലിൽ കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ നെബൂഖദ്നേസറിനും അവന്റെ തലമുറകൾക്കും കുറെ നാളുകൂടെ ചക്രവർത്തി പദത്തിൽ ഇരിക്കായിരുന്നു. എന്നാൽ അവർ ഉല്ലസിച്ചതായ സന്ദർഭത്തിലാണ് മേദ്യ പാർശ്യര് വന്നിട്ട് അവനെ കൊന്നു. അന്ന് രാത്രിയിൽ കൊന്നു. മേദ്യ പാർസികൾ ബാബിലോണിയരെ മുഴുവനുമായി നശിപ്പിച്ചു. മേദ്യ പാർസികൾ പിന്നെ ഭരണം ഏറ്റെടുത്തു. മേദ്യൻ പാർസിയായ കോരസ് ഉത്തരവിട്ടു. ബാബേലിയർ യെരൂശലേമിൽ നിന്നും എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്നോ അതിന്റെ കണക്കുകൾ അനുസരിച്ചിട്ട് തൂക്കമനുസരിച്ചിട്ട് മടക്കി കൊടുക്കണം. അങ്ങനെ യെരൂശലേമിൽ നിന്ന് എന്തെല്ലാം ബാബേലിയർ മോഷ്ടിച്ചു കൊണ്ടുപോയോ അത് മടക്കി ലഭിക്കുന്നതാണ്. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ യിരെമ്യാവ് പറയുന്നത്, ഇപ്പോൾ യിരെമ്യാവ് മരിച്ചു. യിരെമ്യാവ് മരിച്ചിട്ട് 68 കൊല്ലമായിക്കാം. യിരെമ്യാവ് ബാബേലിയർ വന്ന് 2 കൊല്ലം കൂടെ ഈജിപ്തിൽ യിരെമ്യാവ് ഉണ്ടായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് ഈജിപ്തിൽ വെച്ചായിരിക്കണം യിരെമ്യാവ് മരിച്ചത്. അത് മരിച്ച ഒരു 1065 യിരെമ്യാവ് മരിച്ച ഒരു 1065 കൊല്ലം കഴിഞ്ഞപ്പോൾ യിരെമ്യാ പ്രവാചകൻ യിരെമ്യാ പ്രവചനം 51-ന്റെ 44-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ആലയത്തിൽ നിന്നും കൊണ്ടുപോയ വിശുദ്ധ ഉപകരണങ്ങളെല്ലാം ബാബേലിയർ വിഴുങ്ങിക്കളഞ്ഞതെന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. ആ വിഴുങ്ങിക്കളഞ്ഞതിനെയെല്ലാം തിരിച്ചു കിട്ടി, ശ്രദ്ധിച്ചു എന്നാണ് 44-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നീ വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. നിന്റെ തലമുറയ്ക്കോ നിന്റെ ദേശത്തിലുള്ളവർക്കോ നിന്റെ സ്വന്തക്കാരെയോ സാത്താൻ വിഴുങ്ങി എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ നീ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. നീ ഉപവസിച്ചു പ്രാർത്ഥിക്കുക. സാത്താന് പിടിച്ചു വെക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. സാത്താൻ വിഴുങ്ങിയതിനെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ നീ കരയുന്ന കരച്ചിലാണ് നിന്നെ ഒരു മെതിവണ്ടിയാക്കി മാറ്റിയിട്ട് നിനക്കെതിരായുള്ള പോരിന്റെ ആയുധങ്ങള് തകർത്തു കളയുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൂതൻ നമുക്ക് അനുഗ്രഹത്തിന്, വിടുതലിന്, സൗഖ്യത്തിന് കാരണമായി തീരട്ടെ. രോഗമിട്ട് നിന്നെ വിഴുങ്ങിയെന്നിരിക്കട്ടെ, അതിനെ ശ്രദ്ധിച്ചേ ഒക്കത്തുള്ളൂ. രോഗം മാറിയേ ഒക്കത്തുള്ളൂ. ബന്ധനമിട്ട് നിന്നെ വിഴുങ്ങിയെന്നിരിക്കട്ടെ, ബന്ധനം അഴിഞ്ഞു മാറിയേ ഒക്കത്തുള്ളൂ. നീ ഒരു ദൈവ പൈതലാണ്. നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇത് സമർപ്പിക്കണം. ഞാനും എനിക്കുള്ളതെല്ലാം എന്റെ ദൈവത്തിന്, എന്റെ തലമുറകൾ എന്റെ ദൈവത്തിന്, എന്റെ കൊച്ചുമക്കൾ എന്റെ ദൈവത്തിന്, എന്റെ സ്പൗസ് എന്റെ ദൈവത്തിന്, സകലവും ഞാൻ ആരാധിക്കുന്ന ആലയം ദൈവത്തിന്, ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ദൈവത്തിന്. ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നാം വലിയ തീക്കോട്ടയ്ക്കുള്ളിൽ ഹല്ലേലൂയ കർത്താവ് നമ്മെ പ്രൊട്ടക്ട് ചെയ്തിട്ട് യാതൊരു ദുഷ്ടശക്തിയും തൊടാതെ വണ്ണം നമ്മെ കാക്കും. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരികയും സാത്താൻ വിഴുങ്ങിയതിനെ ഓരോന്നോരോന്നായി തിരിച്ചു പിടിക്കുവാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യട്ടെ. പിന്മാറ്റത്തിൽ പോയി സാത്താൻ വിഴുങ്ങിയതിനെ പേര് പറഞ്ഞു പ്രാർത്ഥിച്ച് മടക്കിയെടുക്കുന്ന ദിവസങ്ങളായിരിക്കണം. ദൈവവചനത്തിൽ വിഴുങ്ങിയതിനെ പുറത്തെടുക്കുന്ന കാര്യങ്ങൾ 2 വേദവാക്യങ്ങൾ മാത്രമേ നാം വായിച്ചുള്ളൂ. ഇത് വലിയ തിയറിയാണ്. ആക്ച്വലി ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിയോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട വിഷയമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. അതിനുള്ള സമയമേ എനിക്കുള്ളൂ. എനിക്ക് തന്നെ ഐ ഹാവ് ഓൺലി 10 more minutes. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം യോന തെറ്റൊക്കെ ചെയ്തിട്ട് വളരെ വ്യക്തമായി യോനയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവൻ തർസീസിലേക്ക് പോകുവാൻ തക്കവണ്ണം
കപ്പൽ കയറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവനൊരു പിന്മാറ്റത്തിലുള്ള ഒരു ഓട്ടമാണ്. അതിനെപ്പറ്റി യോനയുടെ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ഓടിപ്പോയത്, നമുക്ക് അങ്ങനൊന്നും യോനയെ ഓടിപ്പോയതൊന്നും വലിയ പാപമായിട്ടോ ഒന്നും നമുക്ക് അതങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ അറിയുന്നത് അശൂര്യർ അടുക്കിലോട്ടാ അശൂരിന്റെ ക്യാപിറ്റലാകുന്ന നിനവയിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഈ നിനവേക്കാർക്ക് കപ്പം കൊടുത്തുകൊണ്ട് വടക്കേ ദേശക്കാരെ വളരെയധികം ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വടക്കേ ദേശത്തിലെ രാജകീയ പ്രവാചകനാണ് യോന പ്രവാചകൻ. അപ്പൊ ഒരിക്കലും തന്റെ വാർഷിക കാലവുമാണ്. അപ്പൊ ഒരിക്കലും അങ്ങോട്ട് ഞാൻ യോനയുടെ പുസ്തകത്തെ വളരെ മനോഹരമായിട്ട് ഓരോരോ പോയിന്റുകൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇതാണ് കാരണം. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ യോന തന്റെ ശത്രുവിന്റെ അടുക്കൽ പോയി ദൂത് പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന യോനയ്ക്ക് അന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് അവന് ദൈവത്തെ സ്നേഹമില്ലാഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല, അവന്റെ വാർഷിക കാലത്ത് അവന്റെ പേട്രിയോട്ടിസം അവനെ ദൈവസന്നിധിയിൽ നിന്ന് അങ്ങ് ഓടിപ്പോകുവാൻ നിർബന്ധിച്ചു. അതൊരു വലിയ ഗുണപാഠമാണ് നമുക്ക്. എന്ത് ദൈവം തന്നാലും അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമുക്ക് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ ഉയർച്ചയുള്ളതും പേര് വരുന്നതും ഒന്നുമല്ല. അതൊക്കെ ഇക്കാലത്ത് നോക്കുന്നത് അങ്ങനെയല്ല. ദൈവം ഏത് ശുശ്രൂഷ തന്നാലും അത് നിന്നയുടെയോ അപമാനത്തിന്റെയോ കഷ്ടതയുടെയോ പള്ളുപറിച്ചിലിന്റെയോ ഒക്കെ ആയിരുന്നാലും പഴയ കാലങ്ങളിലെ പോലെ അത് സന്തോഷത്തോട് സ്വീകരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമുക്കറിയാം, കഥ ഞാൻ ഈ അധികം വിവരിക്കാതെ ഞാൻ പെട്ടെന്നങ്ങ് പറയാം. ഹല്ലേലൂയ. യോന മുഖാന്തരം കപ്പലിൽ കോളിളക്കമുണ്ടായി, കപ്പൽ തകരുമെന്നായി. അപ്പോൾ യോനയെ ചീട്ടിട്ടു, യോനയ്ക്ക് ചീട്ട് വീണു. യോനയെ എടുത്ത് കപ്പലിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞു. ഒരു മരക മത്സ്യം വന്ന് യോനയെ വിഴുങ്ങി. യോനയെ വിഴുങ്ങിയിട്ട് യോനയുടെ മാനസാന്തര പ്രാർത്ഥനയാണ് 2-ാം അധ്യായം. ചില വേദവിദ്യാർത്ഥികൾ അതിനെപ്പറ്റി യോന മരിച്ചുപോയി, വലിയ സ്കോളർലി ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത്, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരാളും, യോന മരിച്ചുപോയി പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു എന്നുള്ളത്. അത് യേശു ക്രിസ്തുവിന്റെ ആ ടെർമിനോളജി ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഞാൻ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ കാരണം യോനയുടെ പുസ്തകം 2-ാം അധ്യായമാണ്. യോനയുടെ മരക മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്റെ ഒരു പ്രാർത്ഥനയാണ് 2-ാം അധ്യായം. മരിച്ചാൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ അത് ശരിയല്ല. അപ്പം അതെങ്ങനെയാണ് അവിടെ കിടന്നു വെച്ചാൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്ലാനാണ് എന്ന് നാം ചിന്തിച്ചാൽ മതി. അവൾ അങ്ങനെ അവിടെ കിടന്നു. നമുക്കറിയാം, 2-ാം അധ്യായം കഴിഞ്ഞു. 3-ാം അധ്യായത്തിന്റെ ആരംഭത്തില് യോന എവിടെ നിന്ന് പോയോ നിനവെ കൊണ്ടൊന്നുമല്ല ശബ്ദിച്ചത്. അതിന് യാതൊരു വാക്യവും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യോനയുടെ പുസ്തകത്തിലും മറ്റൊരിടത്തും എഴുതിയിട്ടില്ല. യോനയെ കൊണ്ട് തിരിച്ച് ശബ്ദിച്ചത് യോപ്പാ തുറമുഖത്ത് തന്നെയാണ്. 2ാമത് കൽപ്പന കിട്ടി താൻ യോപ്പാ തുറമുഖത്ത് നിന്നും പോയതാണ് പിന്നെ പോയത്. അതൊരു പക്ഷേ നടന്നായിരിക്കും പോയത്. ഇസ്രയേലിൽ നിന്നും അശൂരിലേക്ക് നടന്നു പോകാം. എങ്ങനെയാ പോയത് നമുക്ക് അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ കൊണ്ട് ഛർദ്ദിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അവൻ പിന്മാറ്റക്കാരനാണ്, ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതാണ്, അവൻ തെറ്റ് ചെയ്തു, അവൻ മുഖാന്തരം കോളിളക്കങ്ങളൊക്കെ ഉണ്ടായി, വളരെ എല്ലാം ഉണ്ടായെങ്കിൽ തന്നെയും അവൻ ദൈവസന്നിധിയിലേറ്റു മറിഞ്ഞപ്പോൾ അവനെ വിഴുങ്ങിയ മകര മത്സ്യത്തിനെ അവനെ കീപ്പ് ചെയ്യുവാൻ സാധ്യമായില്ല. അവനെ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവന് വീണ്ടും വലിയ ശുശ്രൂഷ ലഭിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഒത്തിരി ശുശ്രൂഷകൾ ലഭിച്ചു. ആ കപ്പലിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടു, നിനവേലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷയുടെ വിശാലത തനിക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഈ മകര മത്സ്യത്തിനോ കടലിലെ ഏത് മത്സ്യത്തിനോ ഏത് വക്ര മത്സ്യത്തിനോ ഇശയ്യാപ്രവചനം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ കടലിലെ ഏത് മത്സ്യങ്ങൾക്കോ ഏത് ഒന്നിനോ നിന്നെ പിടിച്ച് ഒതുക്കുവാൻ സാധ്യമല്ല. ഒറ്റ
ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എപ്പോഴും ദൈവവുമായിട്ട് നിരപ്പായിരിക്കണം. ദൈവവുമായിട്ട് നിരപ്പിൽ പോകുന്നു എങ്കിൽ നിന്നെ പിടിക്കുവാൻ തക്കവണ്ണം നിന്നെ വിഴുങ്ങിക്കാണുമായിരിക്കും. ചിലപ്പോൾ രോഗമിട്ടോ എന്തെല്ലാം പ്രശ്നങ്ങളിട്ടോ പ്രതിസന്ധികളിട്ടോ ഒക്കെ നിന്നെ ചിലപ്പം വിഴുങ്ങുമായിരിക്കും. അങ്ങനെ വിഴുങ്ങിയ അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. കഷ്ടതയുടെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ കാണാൻ സാധിക്കും. എന്നാൽ എന്നും അതിനകത്ത് ഇരുത്തുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹൃദയം നുറുങ്ങി ഒരു കരച്ചിൽ നമുക്ക് നൽകുന്നു എങ്കിൽ ഒരു വലിയ വിടുതൽ നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇനിയും എൻ്റെ മുമ്പില് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ കപ്പിക്കളയുക എന്നുള്ള പദത്തിൽ, ആ പദത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച വലിയ തിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ് ഇനിയും കൊണ്ടുവരേണ്ടത്. അതിനകത്ത് നമുക്ക് ഈജിപ്തിലേക്ക് പോകണം. മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി തീർന്നതും ആ വടി സർപ്പമായി തീർന്നതും മിസ്രയീമിലെ സകല മന്ത്രവാദികളുടെയും വടിയെ വിഴുങ്ങിക്കളഞ്ഞതും ഒക്കെ പഠിച്ചിട്ട് അതിനോട് തുല്യമായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 54-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിക്കണം, the death to be swallowed up in victory. ഇതെല്ലാം കൂടെ, അതാ ഞാൻ പറഞ്ഞ തിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. അതെല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് ഈ കപ്പിക്കളഞ്ഞത് എന്നുള്ളതിന്റെ അർത്ഥത്തിന്റെ ഗാംഭീര്യത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു വലിയ പ്രസംഗ വിഷയമാണ്, ഒരു വലിയ തിയോളജിക്കൽ സബ്ജക്റ്റാണ്. നമ്മെ ദൈവത്തിങ്കലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. ഏത് ദുരന്തം അനുഭവിക്കുന്ന സന്ദർഭത്തിലും നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ദൈവം നിന്നെ വിടുവിക്കും. നമ്മുടെ ആത്മീക ജീവിതം തകർക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ സാത്താന്യ ശക്തികളെല്ലാം നമുക്കെതിരായി ഉയർച്ച കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പ്രാർത്ഥനയിലും ഭക്തിയിലും വിശുദ്ധിയിലും ദൈവകൃപയിലും കർത്താവിന്റെ കൺകളിലേക്ക് നോക്കിക്കൊണ്ട് നീ മുമ്പോട്ട് പോയാൽ നിന്നെ ഇസ്രയേലിനെ ജാതികളെല്ലാം പരിഹസിച്ചതുപോലെ ഇറാൻ പറഞ്ഞു വൈപ്പ് ഓഫ് ആക്കി കളയുമെന്ന്. ഇതുവരെയും നടന്നില്ല. നാസർ പറഞ്ഞു, ഈജിപ്തിന്റെ ഇസ്രയേൽ മക്കൾ വന്ന സന്ദർഭത്തിൽ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന നാസറായിരുന്നു. വിതിൻ 6 hours ഇസ്രയേലിനെ വൈപ്പ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. 6 hours കൊണ്ട് ഈജിപ്തിന്റെ കെയ്റോ മുഴുവനും അവർക്ക് ഒരു വെപ്പൺസും ഇല്ലായിരുന്നപ്പോൾ ഇസ്രയേൽ തകർത്ത് കളഞ്ഞു. അവർ തൊപ്പിയിട്ടതായ സന്ദർഭത്തിൽ നാസർ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ മക്കൾക്കെതിരായി ഏതൊരുത്തൻ തല ഉയർത്തിയാലും ദൈവം അവനെ നശിപ്പിക്കും. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. നാം ഈ 36-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിലേക്ക് മാത്രമേ വന്നുള്ളൂ. 36-ാം അധ്യായമെങ്കിലും തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ബാക്കി അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. എങ്കിലും കർത്താവ് നമുക്ക് തരേണ്ട ദൂത് തന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിന് വർധനമുണ്ടാകേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകേണ്ടതിന് ഒരു ഉദ്ധാരണത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരുവീനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ കൽപ്പിക്കേണ്ട ശുശ്രൂഷ ചെയ്യേണ്ടതിന് മൂർച്ചയേറിയ ആയുധമായി കർത്താവ് നമ്മെ തീർക്കേണ്ടതിന് ഉള്ള ദൂതാണ് ഇന്ന് കർത്താവ് നമുക്ക് തന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നഷ്ടമായി പോയതെല്ലാം തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഒരു വലിയ വിജയം നമുക്ക് നൽകട്ടെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ്.